നമസ്കാരം. PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. അതായത് 22/8/2024 നടന്ന PSC പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ കണ്ടെത്തുക, അത് കമൻസിൽ ഇടുകയും ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കാറ്റഗറി നമ്പർ 598/2022 മെയിൻ എക്സാമിനേഷനാണ്. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റ് LDC അതുപോലെ ബാക്കിയുള്ള PSC പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യണവർക്കൊക്കെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇത് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കണ 4 ഓപ്ഷൻസിൽ C ആണ് തെറ്റായിട്ടുള്ളത്. അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം എന്നുള്ളതാണ് തെറ്റ്. രണ്ടാമത്തെ, താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പോൾ ആദ്യം ചാന്നാർ കലാപം, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ കുട്ടംകുളം സമരം, പിന്നെ പാലിയം സത്യാഗ്രഹം. അതായത് A ആണ് ആൻസർ. ഇനി 3, ചേരുംപടി ചേർക്കുക. 1857 കലാപ സ്ഥലത്തെക്കുറിച്ചും നേതാക്കളെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ഒന്നാമത്തേന് രണ്ടാമത്തെ, അതായത് ബറേലി ഖാൻ ബഹദൂർ, ബറൌട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. ഇതാണ്, അതായത് A ആണ് ആൻസർ. ഇനി 4, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അത് C ആണ്, ബൽഗാം സമ്മേളനം 1924. 5, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? D, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 6, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം. B, കോഴിക്കോട്. 7, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. അതിൻ്റെ ഇവിടെ തന്നിരിക്കുന്നതിൽ 36,000 കിലോമീറ്റർ ശരിയാണ്, അതായത് ഒന്നാമത്തെ ശരിയാണ്. 2ഉം 3ഉം അല്ല. പിന്നെ 4, വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ A ആണ് ഉത്തരം. 8, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? A ആണ്, മാനസ് സുബൻസിരി. 9, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. C, അട്ടപ്പാടി. 10, താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. അത് ഇവിടെ തന്നിരിക്കുന്നതിൽ തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെയാണ്, അതായത് D ആണ് ഉത്തരം. 11, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. A, ഭുവൻ ഹസാരിക സേതു. 12, ചുഴലിക്കാറ്റുകൾ പേരു നൽകിയ രാജ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് രശ്മി മാല, അതായത് ശ്രീലങ്ക. B ആണ് ഉത്തരം. 13, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? അത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും പിന്നെ ആഗോളവൽക്കരണവും, അതായത് C ആണ് ആൻസർ. 14, നബാർഡ് സ്ഥാപിതമായ വർഷം 1982. A ആണ് ഉത്തരം. ഇനി 15, ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? D, കർഷകരുടെ കുടിയേറ്റം. 16, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? D, ജാർഖണ്ഡ്. 17, 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? C, ഡോക്ടർ മൻമോഹൻ സിംഗ്. 18, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? B, പങ്കജ് ചൗധരി. 19, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? C, നിഫ്റ്റി. 20, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? D ആണ്, സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. 21, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും, അതായത് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. പിന്നെ നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്, അതായത് A ആണ് ഉത്തരം. ഇനി 22, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? A, കർണാടക. 23, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? C, ബ്രിട്ടൻ. 24, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ, അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. പിന്നെ മൂന്നാമത്തെ, പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്, അതായത് A ആണ് ഉത്തരം.
25 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം. ബി ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത. 26 നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? എ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. 27 താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. രണ്ടാമത്തെ 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ തെറ്റും രണ്ടാമത്തെ ശരിയാണ്, അതായത് ഡി ആണ് ഉത്തരം. 28 കാലക്രമത്തിൽ എഴുതുക. ആദ്യം നാലാമത്തെ IRDP, പിന്നെ JRY, പിന്നെ SGRY, പിന്നെ MGNREGS, അതായത് സി ആണ് ഉത്തരം. 29 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അത് തെറ്റായത് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും എന്നുള്ളതും, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ് എന്നുള്ളതും, അതായത് എ ആണ് ഉത്തരം. ഇനി 30 ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. അത് ഡി ആണ്. ഒന്നാമത്തേന് 4, അതായത് അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. പിന്നെ അനുച്ഛേദം 243K എന്നുള്ളതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243I എന്നുള്ളത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. പിന്നെ അനുച്ഛേദം 338 എന്നുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പോൾ ഡി ആണ് ഉത്തരം. 31 വനിത ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുത്തുക. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായസ്ഥ, എല്ലാം ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 32 ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ബി കേരളം. 33 കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? എ നവജീവൻ. 34 ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. അത് ബി ആണ്, പീനിയൽ ഗ്രന്ഥി. 35 താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയ വിറ്റാമിൻ? വിറ്റാമിൻ ബി. സി ആണ് ഉത്തരം. 36 ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഡി വരിസെല്ലസ് സോസ്റ്റർ. 37 ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? എ ഊർജം നൽകുക. 38 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഇനി 39 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ലിഗമെന്റുകളാണ്. ഡി ആണ്. 40 താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എ ക്യാൻസർ ആണ്. 41 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ആരാണ്? എ ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. 42 ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്ന എവിടെ? അത് ധ്രുവങ്ങളിൽ തന്നെയാണ്. ബി ആണ് ഉത്തരം. 43 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? അതാണ് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. എ ആണ് ഉത്തരം. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്, അതായത് 20,000 ഹെർട്സ്, അതായത് സി ആണ് ഉത്തരം. 45 ഇന്ത്യയുടെ മൂന്നാമത് ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 14 ജൂലൈ 2023. ബി ആണ് ഉത്തരം. 46 ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ബി സുനിത വില്യംസ്. 47 ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഡി ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും, അതായത് സി. 49 വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡെ ആണ്. ബി. 50 പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിന്റെ പേര്? എ ഒഗനേസൻ. 51 ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? സി ഡെമോക്രിറ്റസ്. 52 കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? എ കേളി. 53 കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബി തോന്നയ്ക്കൽ. 54 മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ബി വിദ്യാവിനോദിനി. 55 വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? സി വല്ലി. 56 ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ബി നീലവെളിച്ചം. 57
താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇവിടെ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്സും ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസണും PT ഉഷ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. 3 ശരിയാണ്. അപ്പോൾ D ആണ് ഉത്തരം. 58 താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? അപ്പോൾ രണ്ടാമത്തെ 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ എന്നുള്ളതും 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷബി. അപ്പോൾ B ആണ് ഉത്തരം. 59 കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ C പ്ലോട്ടർ. 60 GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. D ആണ്. 61 വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് D കുക്കി. 62 മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം അത് B കോ പൈലറ്റ്. 63 താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? A പൈത്തൺ. 64 ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? B പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 65 2012 പോക്സോ നിയമം ബാധകമാകുന്നത്? A ഇന്ത്യ മുഴുവൻ. 66 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? B റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂർ. 67 ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? C യൂണിസെഫ്. 68 ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഇത് സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. അതായത് D ആണ് ഉത്തരം. Aയും Bയും C എല്ലാം പെടും. 69 ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? A ആണ് തൊഴിലിടം. 70 ഏതു വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? C 1989. ഇനി 71 മാത്സ് ആണ്. 2n - 2n - 2 96 ആയാൽ n-ന്റെ വില എന്ത്? അപ്പോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ തന്നേക്കണ ഉത്തരങ്ങളൊന്നല്ല. അപ്പോൾ D ആണ്. ഇവ ഒന്നുമല്ല. ഇനി 72 √1 + 3 + 5 + 7 + എക്സെട്ര അങ്ങനെ 101 വരെ എൻ്റെ വില എത്രയായിരിക്കും? അത് ചെയ്യുമ്പോൾ B 101 തന്നെ കിട്ടും. 73 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയും നാലാമത്തെയും, അതായത് 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്നുള്ളതും അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട് എന്നുള്ളതും നാലാമത്തെ, അതായത് C ആണ് ഉത്തരം. ഇനി 74 3, 9, 15 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? A 5,40,000. A ആണ് വരിക. ഇനി 75 തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് ABCDE. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? അപ്പോൾ A + E/2, A + B + C + D + E/5, പിന്നെ C, പിന്നെ D. 3ഉം ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അപ്പോൾ D ആണ് ഉത്തരം. 76 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? അത് D 18.6 സെക്കൻഡ്. ഇനി 77 4×88 + 4×88 + 4×88 + 4×88 = 4K ആയാൽ Kയുടെ വില എത്ര? അത് A 89 ആണ് വരിക. ഇനി 78 ഒറ്റയാൻ ആര്? ഇവിടെ തന്നിരിക്കുന്നതിൽ 5, 25, 9 എന്നുള്ളതാണ്. C ആണ്. 79 ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? 4 പ്രാവശ്യമാണ്. B ആണ് ഉത്തരം. ഇനി 80 ഇൻറ്റു എന്ന ചിഹ്നം പ്ലസ് ആയും പ്ലസ് ചിഹ്നം ഹരണമായും മൈനസ് ചിഹ്നം ഇൻറ്റുവിനെയും ഹരണം ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റേത്? അപ്പോൾ 6 × 4 - 5 + 2 ഹരണം 3 = 12 ആണ് തെറ്റ്. D ആണ് ഉത്തരം വരിക. 81 വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർ അഗ്രിമെൻറ്റ്? ഇവിടെ തന്നിരിക്കുന്നതിൽ A ആണ് ദ ടീം പ്ലേസ് വെൽ ടുഗദർ എന്നുള്ളത്. 82 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. I will attend the meeting tomorrow, she said.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഇനി 83. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദ സെൻറ്റൻസ് ബിലോ. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട്ലൈറ്റ് ഡ്യൂറിങ് ദ പെർഫോമൻസ്. അപ്പോൾ ഗ്രേസ്ഫുള്ളി എന്നുള്ളത് ഏത് സ്പീച്ച് പാർട്ട്, ആ സ്പീച്ച് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നുള്ളതാണ്. അതായത് ബി അഡ്വർബ് ആണ്, അത് വെർബിനെ സൂചിപ്പിക്കുന്നതാണ്. ഗ്രേസ്ഫുള്ളി ഡാൻസ് ചെയ്തത് ഗ്രേസ്ഫുള്ളി ആണ്. ഇനി 84. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. അപ്പോൾ ഇവിടെ നോട്ടില്ല, അപ്പോൾ യു ഹാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാവിൻഡ് യു എ ആണ്. 85. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോം ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ അതിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ലെറ്ററിന് വെച്ച് തുടങ്ങണം. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ എ ആണ് വരിക. 86. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എ സിനോണിം ഫോർ വിവിഡ്. വിവിഡ് എന്നുള്ളതിൻ്റെ സിനോണിം അത് ബി ആണ്, വിവേഷ്യസ്. 87. ചൂസ് ദ ആൻറ്റണിം ഓഫ് ദ വേർഡ് അർബൈൻ. സി. അർബൻ എന്നുള്ളതിൻ്റെ റൂറൽ എന്നാണ് വരിക, സി ആണ്. 88. ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. അത് എക്സസീവ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സി ആണ്, മോഡറേറ്റ്. 89. വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലിയർ ടു റെസിലിയൻറ്റ്. ബി ആണ്, ഫ്ലെക്സിബിൾ. 90. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് ഐദർ ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻസ്റ്റ് സംതിങ്. അതിന് വൺ വേർഡ് ആബ്സ്റ്റെയിൻ എന്നുള്ളതാണ്, ഡി ആണ്. ഇനി 91. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നതിൽ നിന്നും എടുത്തെഴുതുക. അത് സന്നദ്ധനാവുക എന്നുള്ളതാണ്. 92. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി, ബി ആണ്. തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? അതായത് 93 ഡി ആണ്, തുഹിനം. 94. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങളേവ? 1ഉം 3ഉം ആണ്, അതായത് ഉത്തരവാദിത്വം പിന്നെ കൃതജ്ഞത. അപ്പോൾ സി ആണ് ഉത്തരം. 95. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി, അത് എ ആണ്, ഔചിത്യം. 96. ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അപ്പോൾ ഋതം എന്നുള്ളതിൻ്റെ വിപരീതം അനിർതം, സി ആണ്. 97. 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ബി 4ഓ 5ഓ. 98. ചേർത്തെഴുതുക. കൽ പ്ലസ് മതം, അത് ഡി ആണ്, കന്മതം. 99. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ലേത്? ബി ആണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 100. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇവിടെ ഡി അധ്യാപികമാറാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കണ്ടെത്തി കമൻസിലിടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യണതാണ്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി ഇത് മറ്റ് PSC പരീക്ഷകൾ, അതായത് ഇപ്പോൾ LDC പരീക്ഷകളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ LDC, LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടുള്ളൊരു ഇതാണ്, പഠിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നല്ല ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ലൊരു ഈ പോസ്റ്റിന് ഇതായിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.